മുതുതല AUP സ്കൂൾ കുട്ടികളിലെ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള പരിശീലന പരിപാടികളിലൂടെ ശാസ്ത്രമേളകളിലും മത്സര പരീക്ഷകളിലും കലാ കായിക മേഖലകളിലും തിളക്കമാർന്ന വിജയം. മുതുതല AUP സ്കൂളിലല്ലേ നിങ്ങളുടെ കുട്ടികളും പഠിക്കേണ്ടത്? അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജർ സന്ദർശനത്തിലെത്തി. ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരുന്നു സന്ദർശനം. കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ ഡിവിഷൻ അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശിച്ചത്. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജറെ സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചു. പ്രത്യേക ട്രെയിനിലായിരുന്നു ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. 16 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഈ പ്രവൃത്തികൾ വിലയിരുത്തുവാനും നിലവിൽ സ്റ്റേഷനിലേക്ക് എത്തുവാൻ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മറ്റു ജനപ്രതിനിധികളും സ്റ്റേഷനിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിവേദനം അഡീഷണൽ ഡിവിഷൻ മാനേജർക്ക് കൈമാറി. കുലിക്കല്ലൂർ റെയിൽവേ ഗേറ്റിൽ നിന്നും 3 മീറ്റർ വീതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുതിയ റോഡ് നിർമ്മിക്കണമെന്നും റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും സ്റ്റേഷനിലേക്ക് പ്രത്യേക വഴി ഒരുക്കണമെന്നും സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. ഇതടങ്ങിയ നിവേദനം റെയിൽവേ മാനേജർക്ക് കൈമാറുകയും ചെയ്തു. അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സ്ഥിരസമിതി അധ്യക്ഷൻ രാജൻ പൂതനായിൽ, നിസാർ മപ്പാട്ടുകര, മുന്താസ് ലൈല, മറ്റു മെമ്പർമാരായ EP ഹുസൈൻ, KK സാജൻ എന്നിവരും ഉണ്ടായിരുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ക്രോസിംഗ് സ്റ്റേഷനാകുന്ന പാലക്കാട് ജില്ലയിലെ ഏക സ്റ്റേഷനാണ് കുലിക്കല്ലൂർ. കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 2 ആഴ്ച മുമ്പാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നതിനിടെ അമ്മയെയും മകളെയും ട്രെയിൻ തട്ടി അമ്മയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ ഗേറ്റിൽ നിന്നും റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത്.